ഗോകുലം ഗോപാലിന് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇഡി. ഈ മാസം 22-നാണ് വീണ്ടും ഹാജരാകേണ്ടത്. ഫെമ ചട്ടലംഘനത്തിലെ തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നിർദ്ദേശം. ചിട്ടികളിൽ ചേർത്ത പ്രവാസികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ഹാജരാക്കണമെന്നും ഗോകുലം ഗോപാലിനോട് ഇഡി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രാഗിൻ, പല കാര്യങ്ങളിലാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസികളിൽ നിന്നുള്ള ചിട്ടിയാണ്. അതിനകത്ത് പല നിയമങ്ങളും അദ്ദേഹം പാലിച്ചിട്ടില്ല എന്നുള്ള കണ്ടെത്തലിലാണ് ഇഡി നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇനിയും തുടർ നടപടികൾ? പ്രധാനമായും ഈ പ്രവാസികളിൽ നിന്ന് ചിട്ടി ചേർക്കുമ്പോൾ അതിൽ കുറേ നിയന്ത്രണങ്ങളുണ്ട്. അത്തരം നിയന്ത്രണങ്ങളൊന്നും തന്നെ ഗോകുലം ഗ്രൂപ്പ് പാലിച്ചിട്ടില്ല എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഏകദേശം 593 കോടിയോളം രൂപയുടെ ഇത്തരത്തിലുള്ള ക്രമക്കേടാണ് ബോധ്യമായിരിക്കുന്നത്. അത് ഇഡി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 370 കോടി രൂപ ക്യാഷ് ആയിട്ടാണ് പ്രവാസികളിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 220 കോടി രൂപ ചെക്ക് വഴിയും വാങ്ങിയിട്ടുണ്ട്. അതാണ് ഇഡിയുടെ പ്രധാനപ്പെട്ട കേസ്. കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ നേരമാണ് ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഇപ്പോൾ വീണ്ടും 22-ന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കൂടുതൽ രേഖകൾ ഹാജരാക്കണം എന്നതാണ് ഗോകുലം ഗോപാലിനോട് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഒരു പെൻഡ്രൈവ് കൈമാറിയിരുന്നു. അതായത് ഈ പ്രവാസികളെ ചേർത്തത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അതിൽ കൊടുത്തിരുന്നത്. അത് പോരാ, കൂടുതൽ അപ്ഡേറ്റഡ് വിവരങ്ങൾ നൽകണം, ഇതുവരെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലിന്റെ മൊഴിയായി വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ കാര്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, ചിലർ ചിട്ടി ചേർന്ന ശേഷം പുറത്തേക്ക് പ്രവാസ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിട്ടികളുമുണ്ട്. എന്തായാലും NRI അക്കൗണ്ട് വഴി അല്ലെങ്കിൽ NRIയിൽ നിന്ന് പണം സ്വീകരിക്കുമ്പോൾ, വിദേശ രാജ്യത്ത് നിന്ന് പണം സ്വീകരിക്കുമ്പോൾ ഒട്ടനവധി മാനദണ്ഡങ്ങളുണ്ട്. അത് ഫെമ വയലേഷനാണ് എന്നതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ചിട്ടി ചേർന്നതിന് ശേഷം വിദേശത്തേക്ക് പോയവരുണ്ട്, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് വിശദീകരണങ്ങളാണ് ഗോകുലം ഗോപാലൻ നൽകുന്നത്. 100 കോടി രൂപയുടെ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട് പര്യാപ്തമായ രീതിയിലുള്ള മറുപടികളാണോ ഇത്? മാത്രമല്ല, ഈ വിവരങ്ങൾ അപ്പാടെ കൃത്യമായി ഇഡിക്ക് ബോധ്യമാകുന്ന തരത്തിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണോ? കാരണം അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെയാണ് കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. ഇഡിക്ക് ബോധ്യമാകുന്ന തരത്തിൽ അത് വിശദീകരിക്കാൻ ഗോകുലം ഗോപാലൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം തേടുന്നുണ്ടോ? ഈ പെൻഡ്രൈവിൽ അതിനാവശ്യമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ? ഇഡി വൃത്തങ്ങൾ പറയുന്നത് ഇദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള മറുപടികൾ അത് തൃപ്തികരമല്ല. അതുകൊണ്ടാണ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇഡി പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് സ്റ്റാഫുകളൊക്കെ തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായി എൻഗേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് 22-ന് നോട്ടീസ് നൽകിയ ഘട്ടത്തിൽ കൂടുതൽ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കുക, കൂടുതൽ വിശദാംശങ്ങൾ നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റെപ്രസെന്റേറ്റീവിനെ വെച്ചുകൊണ്ടുകൂടി കാര്യങ്ങൾ നീക്കാനുള്ള തീരുമാനം ചിലപ്പോൾ ഗോകുലം ഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഫെമ വയലേഷന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസിന്റെ വയലേഷനും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല, ഇത്തരത്തിൽ ചട്ടം ലംഘിച്ച് സ്വീകരിച്ച ഈ 593 കോടി രൂപ അത് പ്രാഥമികമായി മനസ്സിലായതാണ്. ഈ പണം എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നതേ ഉള്ളൂ. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങളിലേക്കും രണ്ടാം ഘട്ടത്തിലേക്ക് ഒരു പക്ഷേ പോയേക്കാം. അത് ഏതൊക്കെ തരത്തിൽ വരുമെന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സജീവമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളാണ് നടക്കുക. നേരത്തെ എംപുരാൻ എഫക്റ്റ് അല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇത് ആ പ്രോസസ്സിനോട് ചോദ്യം ചെയ്യലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഗോകുലം ഗോപാലിന്റെ ചിട്ടി ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇഡി കടുപ്പിക്കുകയാണ്.